ജനങ്ങളെ വഞ്ചിച്ച പറ്റിച്ച ഒരു കള്ളനെ പിടിച്ചതായി വാർത്ത വന്നു. അൽ മുക്താദിർ എന്ന പേരിൽ പടച്ചതമ്പുരാൻ്റെ 99 നാമങ്ങൾ പടർത്തി സത്യസന്ധമായ കച്ചവടം നടത്താൻ പോകുന്നു എന്ന പേരിൽ മൻസൂർ എന്ന ഒരു കാട്ടുകള്ളനും അവനോടൊപ്പം നാട്ടിലുള്ള കുറേ നാട്ടുകള്ളന്മാരും ചേർന്ന് നാട്ടിലെ മുഴുവൻ മനുഷ്യരുടെയും കാശ് അപഹരിച്ചു കൊണ്ടുപോയി മറ്റ് രാജ്യങ്ങളിലേക്ക് കടത്തി അവൻ വളരെ സുഖസമൃദ്ധമായി ദുബൈയിൽ ജീവിക്കുന്നതിന് ഇടനിലക്കാരനായ ഒരു കള്ളനെയാണ് പിടിച്ചത്. അൽ മുക്താദിർ ജൂവലറി തട്ടിപ്പ് കോടികൾ തട്ടിയെടുത്തു. ഗ്ലോബൽ മാനേജർ അറസ്റ്റിൽ. ഗ്ലോബൽ മാനേജർ ഗുൽസാർ അഹമ്മദ് സേട്ടിനെയാണ് അറസ്റ്റ് ചെയ്തത്. എന്ത് നല്ല പേര്, എന്ത് നല്ല രൂപം, എന്ത് നല്ല അതിൻ്റെ ആ സിഫത്തുകളൊത്ത നല്ല രൂപം, ആ കറക്റ്റായിട്ട് അതിൽ പറഞ്ഞിരിക്കുന്നത്. നമുക്കൊന്നും സുന്നത്തായ ദീക്ഷയില്ല, പിന്നെ കാണുമ്പോൾ അതിൻ്റെ സംഗതികളൊന്നുമില്ല. ഇതെല്ലാ അടയാളങ്ങളും ഉള്ളതിനോടുകൂടി തന്നെ അതും കൊണ്ട് നടന്നാണ് ഈ നാട്ടിൽ ഇതുപോലെയുള്ള ആളുകളെ മുഴുവൻ വഞ്ചിച്ച് പറ്റിച്ച് തകർത്ത് തരിപ്പണമാക്കിയത്. നമ്മളൊക്കെ കാണുന്നതിനേക്കാൾ ഭീകരമായ ആഴത്തിലാണ് ഈ തുക ഈ കള്ളനും കുറച്ച് കള്ളന്മാരും ചേർന്ന് കടത്തിക്കൊണ്ടുപോയത്. അതിലൊന്നാമതായി കടത്തിയിരിക്കുന്നത് എൻ്റെ അറിവ് കല്ലമ്പലം ഭാഗത്തു നിന്നാണ്, 2 കരുനാഗപ്പള്ളിയിൽ നിന്നാണ്. അങ്ങനെ ഓരോ സ്ഥലത്തു നിന്നും കമഴ്ത്തി അതിൻ്റെ വീതം കുറേയൊക്കെ ഈ വാങ്ങിച്ച് കൊടുക്കുന്നവന്മാരും മോഷ്ടിച്ചെടുത്തു, ബാക്കി കുറേയൊക്കെ അവിടെയും കൊടുത്തു. ആ കൂട്ടത്തിൽ ഒരുത്തനെയാണ് പിടിച്ചത്. ഞാൻ അതിന് ശേഷം ഈ റിയാദിൽ പരിപാടിക്ക് പോയപ്പോഴും മറ്റു പല സ്ഥലങ്ങളിൽ പോയപ്പോഴും അവിടെയെല്ലാം യവൻ്റെ തട്ടിപ്പുകൾക്കിരയായ മനുഷ്യരുണ്ട്. എനിക്ക് തോന്നുന്നത് ഒരു മസ്ജിദിലെടുത്ത് നോക്കിയാൽ ഒരു ആവറേജ് ഒരു 20% ആളുകളെ യവന്മാർ തട്ടിച്ചിട്ടുണ്ട്. ഞാനിന്നൊരു ഹോട്ടലിൽ കയറിയപ്പോൾ ആ ഹോട്ടൽ ഉടമയെ ഇതുപോലെ തട്ടിച്ചു. ചെറിയ തുകയ്ക്കൊന്നുമല്ല ഓരോരുത്തരെയും തട്ടിച്ചിരിക്കുന്നത്. 1 കോടി 2 കോടി എന്ന് പറഞ്ഞാൽ യവൻ്റെ ലാഭത്തിൻ്റെ കണക്കുകൾ കേട്ട് ഈ കിടന്ന അസറ്റ് പോലും വിറ്റ് കിടക്കാടൻ സഹിതം വിറ്റാണ് ഇതുപോലെയുള്ള കള്ളന്മാരെ കൊണ്ട് കൊടുത്തത്. വലിയ കള്ളനായ മൻസൂർ അവൻ നാട് നീളെ പെണ്ണും കെട്ടി തേരാപ്പാര നടന്നതിൻ്റെ സുഖം അനുഭവിച്ചതേ ഉള്ളൂ. താഴെയുള്ള കള്ളന്മാരാണ് ഇവനെപ്പോലെയുള്ള ഗ്ലോബൽ മാനേജർ. ഇതൊരു ഗ്ലോബൽ മാനേജർ അല്ല, വേറെയും ഗ്ലോബൽ മാനേജർമാരുണ്ട്, അവൻ്റെ ശിങ്കിടികളുണ്ട്. യവന്മാരെല്ലാം ഈ നാട്ടുകാരെ മുഴുവൻ പറ്റിച്ച ശേഷം എല്ലാ പള്ളികളുടെയും 1-ാം സഫിലുണ്ട്, എല്ലാ പള്ളികളുടെയും പിരിക്കുന്ന കമ്മിറ്റികളിലുണ്ട്. യവന്മാരാണ് നാട്ടിൽ നിന്ന് സക്കാത്ത് പിരിച്ച് ആളുകൾക്ക് കൊടുക്കുന്ന കമ്മിറ്റികളുടെ ചുമതലക്കാർ. എന്നിട്ട് എവൻ്റെയൊക്കെ ശരീരവും തീറ്റയും എല്ലാം ഇതുപോലെ നാട്ടുകാരെ പറ്റിച്ച തുകയുമാണ്. അതിലൊരുത്തനെ പിടിച്ചു എന്ന് കേട്ടപ്പോൾ സന്തോഷം തോന്നി. ഇത് ഒരുത്തനെ മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ടവനെ എല്ലാം പിടിക്കണം, അറസ്റ്റ് ചെയ്യണം. അറസ്റ്റ് ചെയ്ത് ജയിലിനകത്ത് കുറച്ച് ദിവസമെങ്കിലും ഇടണം. എന്ന് പറഞ്ഞാൽ നാളെ ഇനി അവൻ പുറത്തിറങ്ങി ഹാജിയാരാകുമ്പോൾ ജയിൽ ഹാജിയാരെന്നോ അല്ലെങ്കിൽ ജയിലിൽ കിടന്ന ഹാജിയാരെന്നെങ്കിലും ഒരു പേര് കിട്ടുമല്ലോ. നാട്ടുകാരെ മുഴുവൻ ഇതുപോലെ തിന്ന് പറ്റിച്ച് ഇങ്ങനെ മുതലാക്കി നാട് നീളെ നടക്കുക. എത്ര പാവത്തുങ്ങളാണെന്നറിയോ ഇതുപോലെ ഇവൻ്റെയൊക്കെ കിണിയിലായിപ്പോയത്. പലരും ചികിത്സ കിട്ടാതെ മരിക്കുന്നുണ്ട്. കാരണം ഡയാലിസിസ് ഒക്കെ നടത്താൻ വേണ്ടിയുള്ള കാശാണ് ഇതുപോലെയുള്ള പന്നന്മാരുടെ ഈ കൊടുത്തത്. ഇവർക്കൊക്കെ ഒത്താശ ചെയ്തു കൊടുക്കാൻ പല സ്ഥലങ്ങളിൽ വിവിധങ്ങളായ കുറച്ച് ദീനീ മുതലാളിമാരും ഉണ്ട്. ഇവരെല്ലാവരും കൂടെ ചേർന്നാണ് നാട്ടിൽ ഈ കൊള്ള നടത്തിയത് മുഴുവൻ. അതിലൊരു കാട്ടുകള്ളനെയാണ് ഇപ്പോൾ പിടിച്ചു എന്ന് കേൾക്കുന്നത്. ആളുകൾക്കെല്ലാം ഇപ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. ഞാനും ഒരു ഇല്യാസ് മൗലവിയൊക്കെയാണ് ആദ്യം ഇതിനെക്കുറിച്ച് പറഞ്ഞത്. ഞാനിത് സാമൂഹ്യ മാധ്യമത്തിൽ ആദ്യം പറയുമ്പോൾ എൻ്റെ പേജിൻ്റെ താഴെ മുഴുവൻ തെറിയായിരുന്നു. എല്ലാ ഹലാലായവന്മാരും വന്ന് ഖറാം പറന്ന തെറികളാണ് ഇതിനകത്ത് മുഴുവൻ എഴുതി വെച്ചത്. ഏതാണ്ട് ഉണ്ടാക്കാൻ പോവുകയാണ്, നിനക്ക് ഏത് സ്വർണ്ണക്കടയുമായിട്ടാണ് ബന്ധം, നിനക്ക് കോടികളുമായിട്ട് ബന്ധമുണ്ടോ, നീ മറ്റവരുടെ ഏജൻ്റാണോ വരച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരുത്തനെയും കാണുന്നില്ല. അന്നത്തെ ബ്രോക്കർമാരായ ഒരുത്തനെയും കാണുന്നില്ല, ഇടനില നിന്നവന്മാരെ കാണുന്നില്ല, പറ്റിച്ചോമാരെ കാണുന്നില്ല, തുക വാങ്ങിയവന്മാരെ കാണുന്നില്ല, ഒറ്റ ഒരാളിനെ കാണുന്നില്ല. സത്യത്തിൽ അവനെയൊക്കെ നുള്ളിപ്പറക്കി പിടിക്കാൻ. കാരണം അങ്ങനെയാണ് ഈ ഇടപാടുകൾ നടത്തിയത്. പള്ളിക്കകത്ത് വെച്ച് കാശ് വാങ്ങിക്കുക, പള്ളിയിൽ നിന്ന് നിസ്കരിച്ചിട്ടിറങ്ങിപ്പോയി പറ്റിക്കുക, പള്ളിയിൽ വരുന്നവനെ പറ്റിക്കുക, അല്ലാത്ത പാവപ്പെട്ടവനെ പറ്റിക്കുക. 10,000 കിടന്നവരെടുത്തുകൊണ്ട് കൊടുത്ത കൊതിയന്മാരും ഉണ്ട്. അവരെ എല്ലാവരെയും ഒന്നും കൊതിയന്മാരെന്ന് വിളിക്കാനൊക്കത്തില്ല, ഗതികേട് കൊണ്ട് ലാഭത്തിന് കൊടുത്തവരും ഉണ്ട്. പക്ഷേ അത് മുഴുവൻ ഊറ്റി ഈ സമൂഹത്തെ മുഴുവൻ ഇല്ലാതാക്കിയ ഒരു കൂട്ടം നരാധമന്മാരാണ് യവന്മാരെല്ലാവരും. യവന്മാർ തേച്ചാലും മായ്ച്ചാലും ഒന്നും അത് മാഞ്ഞു പോവില്ല. തലമുറകൾ കൊണ്ട് യവന്മാരെയൊക്കെ ഞാൻ പറഞ്ഞ പോലെ യവന്മാരെയൊക്കെ പറ്റിക്കൽ ഹാജിയാരെന്നും കൊള്ള ഹാജിയാരെന്നും കള്ളന്മാർ ഹാജിയാരെന്നും ഒക്കെയുള്ള പേരുകളിൽ വേണം ഇവനെയൊക്കെ വിളിക്കാൻ. ഇവനൊക്കെയാണ് എന്താ പറയുന്നത്, വഖഫ് മുതലുകൾ സൂക്ഷിക്കുന്നതും അതിൻ്റെ സംഗതികളായി നടക്കുന്നതും
പിന്നെ ഇമാമുമാരായി പള്ളിയിൽ നിൽക്കുന്നതും. അങ്ങനെ നാട്ടുകാർക്കൊരു പ്രത്യേകതയുണ്ട്. നാട്ടുകാർക്ക് ഏതെങ്കിലും പാവപ്പെട്ട ഒരുത്തൻ കൃത്യമായിട്ട് പള്ളിയിൽ വന്ന് നമസ്കരിക്കുന്നവനാണെങ്കിലും അവനെ തൊട്ടാരും നിസ്കരിക്കത്തില്ല. അതേസമയം മനുഷ്യൻ ഇതുപോലെ 10 പൈസ കൊടുക്കാത്ത, അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത, എല്ലാവരുടെയും മുതൽ വാങ്ങിച്ച് തിന്നുന്ന ഇതുപോലുള്ളവനെ തൊട്ടേച്ച് നിന്ന് എല്ലാവരും അങ്ങ് നിസ്കാരമാണ്. ഇത് ഞാനന്നേരം ഓർത്തു പോകും, മലക്കുകൾ മേളിൽ നിന്ന് ചിരിക്കുമായിരിക്കും യവന്മാരുടെ ഈ ഇത് കണ്ടിട്ട്, കള്ളന്മാർ.